കടൽ മാർഗമുള്ള ആഗോള വ്യാപാരത്തിന്റെ സിരകളായ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് പുറമെ ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും ഒമാൻ തീരത്തും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക വാണിജ്യ ഉപരോധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ സൈനിക വിഭാഗത്തിന്റെ ഈ നിർണായക നീക്കം. തങ്ങളുടെ എണ്ണക്കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. US ഉപരോധം പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ തന്ത്രപ്രധാനമായ മേഖലകളെ ലക്ഷ്യം വെച്ച് ഉപരോധം വ്യാപിപ്പിക്കുമെന്നാണ് ഇറാൻ സൈന്യം നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഇത് ആഗോള ഇന്ധന വിപണിയെയും ചരക്ക് നീക്കത്തെയും വലിയ തോതിൽ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇറാന്റെ എണ്ണക്കപ്പലുകളെ തടയുന്ന അമേരിക്കൻ നടപടി നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാനിയൻ സൈനിക വിഭാഗം ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രകോപനങ്ങൾ തുടർന്നാൽ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പസ് വ്യക്തമാക്കി. അമേരിക്കൻ ഉപരോധം തുടരുന്ന പക്ഷം പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിലൂടെയുള്ള ഒരു തരത്തിലുള്ള കയറ്റുമതിയോ ഇറക്കുമതിയോ അനുവദിക്കില്ലെന്ന് ഇറാൻ സൈനിക വക്താവ് അലി അബ്ദുല്ലാഹി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നാണിത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധി ഇത്രത്തോളം വഷളാകാൻ കാരണം. ചർച്ചകൾക്ക് പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്കിൽ US കടുത്ത ഉപരോധ നടപടികളിലേക്ക് കടന്നത്. മേഖലയിലെ സൈനിക സാന്നിധ്യം US വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കർശനമായ പരിശോധനകൾക്കും അംഗീകാരങ്ങൾക്കും വിധേയമാകാതെ ഒരു കപ്പലും കടത്തിവിടില്ലെന്ന വാശിയിലാണ് US. ഇത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ടെഹ്റാൻ വാദിക്കുന്നത്. സമുദ്രമേഖലയിലെ തർക്കം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. നിശ്ചിത സമയപരിധി അവസാനിച്ചതോടെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ ഗതാഗതം തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ നാവികസേന സജ്ജമാണെന്ന് ഇറാനും അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവും നടക്കുന്നത്. ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് സാമ്പത്തികമായി ബാധിച്ചേക്കാം. ചെങ്കടലിലെ നിയന്ത്രണങ്ങൾ കൂടി ഇറാൻ കടുപ്പിക്കുകയാണെങ്കിൽ യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന വ്യാപാര ശൃംഖല പൂർണ്ണമായും തടസ്സപ്പെടും. സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ ഇത് നേരിട്ട് ബാധിക്കുമെന്നതാണ് മറ്റൊരു ഭീഷണി. അമേരിക്കയുടെ ഉപരോധം ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഇറാൻ ഭരണകൂടം വിശ്വസിക്കുന്നു. ഇതിനെ മറികടക്കാൻ സൈനികമായ കരുത്ത് ഉപയോഗിക്കാനാണ് IRGC തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിൽ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. IRGCയുടെ പ്രസ്താവന പ്രകാരം അമേരിക്കയുടെ ഏത് നീക്കത്തിനും തത്തുല്യമായ രീതിയിൽ പ്രതികരിക്കാൻ ഇറാൻ തയ്യാറാണ്. സമുദ്ര സുരക്ഷ തകർക്കുന്നത് അമേരിക്കയാണെന്നും ഞങ്ങൾ പ്രതിരോധം മാത്രമാണ് തീർക്കുന്നതെന്നുമാണ് ഇറാന്റെ നിലപാട്. സമുദ്ര വ്യാപാര പാതകളിലെ സംഘർഷം പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമിതികൾ ഇടപെടണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പ്രതിസന്ധി സങ്കീർണമാക്കുന്നു. ഡിപ്ലോമാറ്റിക് ചർച്ചകൾ വഴിമുട്ടിയ അവസ്ഥയിലാണ്. US സെൻട്രൽ കമാൻഡിന്റെ കപ്പലുകൾ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നും US സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. US ഉപരോധത്തെ മറികടക്കാൻ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ ഇറാൻ തേടുന്നുണ്ട്. എന്നാൽ സമുദ്രമേഖലയിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ രാജ്യങ്ങൾ എത്രത്തോളം ഇടപെടുമെന്നത് ഇപ്പോഴും അവ്യക്തമാണ്. പേർഷ്യൻ ഗൾഫിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഇറാന്റെ ഈ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് ഇരു വിഭാഗവും പിന്മാറണമെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. കടലിടുക്കുകളിൽ ഖനികൾ നിക്ഷേപിക്കാനും കപ്പലുകളെ പിടിച്ചെടുക്കാനുമുള്ള ശേഷി ഇറാൻ സൈന്യത്തിനുണ്ട്. മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് ആഗോളതലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നത് കേവലം വാചക കസർത്തല്ല എന്നാണ് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരോധം മൂലം ശ്വാസം മുട്ടുന്ന ഇറാൻ അവസാന അടവ് എന്ന നിലയിൽ കപ്പൽ പാതകൾ അടയ്ക്കാൻ മടിക്കില്ല. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നാവികസേനകളുടെ സഹായം അമേരിക്ക തേടിയിട്ടുണ്ട്. ഇത് മേഖലയെ കൂടുതൽ സൈനികവൽക്കരിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളാകും പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കുക. ഉപരോധം തുടരുകയാണെങ്കിൽ ഇറാന്റെ സൈനിക നടപടികൾ ലോക വ്യാപാരത്തിന് വലിയ വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ ഷിപ്പിംഗ് റൂട്ടുകൾ മാറ്റാൻ പല കമ്പനികളും ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്.